ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ടോപ്പിക് നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ CSAT എക്സാമിന് തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം കൺസെപ്റ്റും കാര്യങ്ങളും ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്, പക്ഷെ അത് കുറച്ചധികം ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? Let x be a positive integer such that 7x plus 96 is divisible by x. How many values of x are possible? Okay, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് 7x plus 96 ഇതാണ് നമ്മുടെ ഇൻഡിജർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്, നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. 7x by x plus 96 by x. ഓക്കെ, ഇവിടെ എക്സും എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകുന്നത് കൊണ്ട് ഇതെന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറയാം. ഇനി 96നെ നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പൊ 96നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? 96ന്റെ ഒരു ഫാക്ടർ ആയിരിക്കൂലേ? അപ്പൊ 96ന് ഏതൊക്കെ ഫാക്ടേഴ്സ് വരാം? 96 എന്ന് പറയുന്നത് ഇതൊരു നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. 96നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഒരു 3 into 32 അല്ലെ? 32 എന്ന് പറഞ്ഞാൽ 4 into 8 ആണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഴുതാം. ഞാൻ അവിടെ നിന്ന് എഴുതി നോക്കുകയാണ്. 1 കൊണ്ട് നമുക്ക് 96നെ ഡിവൈഡ് ചെയ്യാം. 96 കൊണ്ട് നമുക്ക് 96നെ ഡിവൈഡ് ചെയ്യാം ഇല്ലേ? ദെൻ എന്ത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ദെൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ദെൻ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 96 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 96 നമ്മൾ പറഞ്ഞില്ലേ? ദെൻ എന്താ? 48, 6 into 8 48 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര പോസിബിൾ? ഇത് നമ്മളിങ്ങനെ പെയറിങ് ചെയ്തെടുത്തേ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ആയിട്ട് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് അത്യാവശ്യം കോമ്പിനേഷൻസ് കിട്ടും. അതിൽ നിന്ന് നമ്മുടെ ഫാക്ടേഴ്സിനെ നമുക്ക് എടുക്കാന്നുള്ളതാണ്. അപ്പൊ മൊത്തം ഇവിടെ എത്ര എണ്ണമാണ്? 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 12 നമുക്ക് മൊത്തം 12 എന്താണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 12 നമ്പേഴ്സ് എക്സിന് പോസിബിൾ ആണ്. ഈ നമ്പേഴ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 96നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? എന്താണ് ചെയ്തത്? നമ്മൾ 96ന്റെ ഫാക്ടേഴ്സ് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താ? ഈച്ച് ഡിജിറ്റ് ഓഫ് എ 9-digit number ഈസ് 1. Okay, it is multiplied by itself. What is the sum of digit of resulting number? Okay, നമ്മളുടെ 9 ഡിജിറ്റ് ഒരു നമ്പർ ഉണ്ട്. ആ 9 ഡിജിറ്റും എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് എഴുതി നോക്കിയാൽ, അതായത് 1 1 1 1 1 1 1 1 1. ഓക്കെ, ഇതിപ്പോ 9 ആയി. ഇതിനെ ഇതുകൊണ്ട് തന്നെ, അതായത് ഈ 9 ഡിജിറ്റ് നമ്പറിനെ 9 ഡിജിറ്റ് നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ്. അതായത് ഇതിന്റെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോ നമുക്ക് അതിന്റെ സം ഓഫ് ഡിജിറ്റ് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഈ ക്വസ്റ്റ്യൻ മുന്നേ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ 11ന്റെ സ്ക്വയർ നമുക്കറിയാം 1 2 1 ആണല്ലേ? ഇപ്പൊ സം ഓഫ് ഡിജിറ്റ് എത്ര വരും? 1 plus 2 3 3 plus 1 4. ഇനി എന്താ? നമ്മുടെ 1 1 1ന്റെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പൊ എത്ര? 1 2 3 2 1. ഇതാണ് 1 1 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സം ഓഫ് ഡിജിറ്റ് നോക്കിയേ, 3 6 7 8 9 അല്ലേ? ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിലുള്ള ഒരു എന്താണ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് സം ഓഫ് സ്ക്വയർ ചെയ്തിട്ടുള്ള സം ഓഫ് ഡിജിറ്റ്, ഓക്കെ, സ്ക്വയർ ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ട്, സം ഓഫ് ഡിജിറ്റും നമ്മുടെ ഈ 1 1 അല്ലെ 11, ഈ 11ന്റെ സം എത്രയാ? 2 ആണ്. 1 plus 1 2. 2ന്റെ സ്ക്വയർ എത്ര? 4. ആ 4 അല്ലേ നമുക്ക് ഇവിടെ സം ഓഫ് ഡിജിറ്റ് എടുത്തപ്പോഴും കിട്ടിയത്. അതുപോലെ ഇവിടെ നോക്കിയേ, 1 1 1 ന്റെ സ്ക്വയർ, അതായത് 1 plus 1 2 2 plus 1 3. 3യുടെ സ്ക്വയർ 9 ആണ്. അതേ 9 അല്ലേ നമുക്ക്
ഇതിന്റെ ഹോൾ സ്ക്വയർ എടുത്തപ്പോഴും അല്ലെങ്കിൽ ആ ഒരു സം ഓഫ് ഡിജിറ്റിൽ നിന്നും കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിനി എത്ര 1 വന്നാലും നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ 4 1 വന്നു. ഓക്കെ, 1 1 1 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് നമുക്ക് എത്രയെന്ന് അറിയണമെങ്കിൽ ഇതിന് നമ്മൾ ഇപ്പൊ എങ്ങനെയാ 1 2 3 4 3 2 1 ഇതിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇപ്പൊ ഇതിങ്ങനെ കൂട്ടുന്നതിനെയും കാട്ടി എന്ത് ചെയ്യുക, നമ്മൾ ഇത് എത്രയാ 1 + 1 + 1 + 1 + 1 + 1 + 1. ഓക്കെ, 4ന്റെ സ്ക്വയർ 16. ഓക്കെ, സെയിം പാറ്റേൺ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 ഉണ്ട്. അപ്പൊ 9 ones ഉണ്ട്. അതിന്റെ സ്ക്വയർ എടുത്ത് എത്ര? 81. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഓപ്ഷനിൽ 9 ആണ് ഡിജിറ്റ്. 9 ഒന്നുകൾ ഉണ്ടെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 of the 5 positive integers p, q, r, s, t are even and 2 of them are odd. Consider the following. Okay, p plus q plus r minus s minus t is definitely even. 2p plus q plus 2r minus 2s plus t is definitely odd. ഓക്കെ, നമുക്ക് 5 ഇൻഡിജേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, 5 ഇൻഡിജേഴ്സിൽ 2 എണ്ണം മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം ബാക്കി 3 എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ഈ കണക്ക് ചെയ്യാൻ നേരത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ഈവൻ സംഖ്യ കൊണ്ട് പ്ലസ് ചെയ്താലോ മൈനസ് ചെയ്താലോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഈവൻ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 4 + 2 6 ആണ്, അല്ലെങ്കിൽ 4 + 6 10 ആണ്. അതുപോലെ 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി 6 - 4 2 ആണ്. 10 - 4 എത്ര? 6 ആണ്. അപ്പൊ എന്താണ്? എപ്പോഴും ഒരു ഈവൻ സംഖ്യയെ മറ്റൊരു ഈവൻ സംഖ്യ കൊണ്ട് പ്ലസ് ചെയ്താലും ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ഓഡ് വാല്യൂല് പ്ലസ് ഓർ മൈനസ് മറ്റൊരു ഓഡ് വാല്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈവൻ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാമല്ലോ. ഇപ്പം 5 + 7 എത്ര കിട്ടും? 12. ഓക്കെ, ഇനി 7 - 5 നോക്കിയേ 2. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഓഡ് സംഖ്യയിൽ മറ്റൊരു ഓഡ് സംഖ്യയുണ്ട്. പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും ഈവൻ സംഖ്യയാണ്. ഇനി അതേ സമയം ഒരു ഈവൻ സംഖ്യയിൽ ഒരു ഓഡ് സംഖ്യയുണ്ട് പ്ലസ് ചെയ്താലോ മൈനസ് ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഓഡ് സംഖ്യ കിട്ടും. ഇപ്പൊ നോക്കാം, എക്സാമ്പിൾ വെച്ചിട്ട് ഈവൻ ആയിട്ട് ഞാൻ 12 എടുത്തു, ഓഡായിട്ട് ഞാൻ 3 എടുത്തു. അപ്പൊ എന്താണ്? ഒരു ഈവൻ സംഖ്യ മറ്റൊരു ഓഡ് സംഖ്യ. അപ്പൊ = 15. നമുക്ക് കിട്ടിയത് എന്താ? ഓഡാണ്. ഓക്കെ, ഇനി 12 - 3 ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയ? 9. അതും എന്താണ്? ഒരു ഓഡ് സംഖ്യയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തിരിക്കുക. അതായിരിക്കും നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കുക. ഇനി എന്താ പറഞ്ഞിങ്ങനെ, നമുക്ക് തന്നിട്ടുള്ളതിൽ 2 സംഖ്യ എന്താണ്? മസ്റ്റ് ആയിട്ട് ഓഡാണ്. അപ്പോ ഞാനിവിടെ ആദ്യത്തെ p + q + r - s - t, അപ്പം ഞാൻ അത് എടുത്ത് എഴുതുകയാണ് നമുക്ക് ചെയ്യാൻ സൗകര്യത്തിന്. ഓക്കെ, p + q + r - s - t. ഓക്കെ, ആദ്യത്തേന് 3നും ഞാൻ ഈവൻ കൊടുത്തു, ദെൻ ഞാൻ ഓഡ് കൊടുത്തു. ഓക്കെ, ഫൈൻ. ഈവൻ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈവൻ സംഖ്യ. ഈവനെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അപ്പോഴും കിട്ടും ഒരു ഈവൻ സംഖ്യ. ദെൻ ഈവനിൽ ഓഡ് മൈനസ് ചെയ്യുമ്പോൾ, ഈവൻ മൈനസ് ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഒരു ഓഡിൽ നിന്ന് മറ്റൊരു ഓഡ് മൈനസ് പ്ലസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈവൻ കിട്ടും. അല്ലേ? ഒരു ഓഡ് സംഖ്യയിൽ ഓഡ്, ഇപ്പം എന്താണ് 3 + 5 8 അല്ലേ? ഇനി 5 - 3 2. അപ്പൊ നമുക്ക് ഈവൻ ആണ്. അപ്പൊ ഓഡ് സംഖ്യയിൽ ഒരു ഓഡ് സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈവനാ കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായില്ലേ? നമുക്ക് ശരിയായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കിയേ, 2p 2r 2s അല്ലേ? അപ്പൊ ഇവ എന്തായാലും എന്താണ്? ഈവൻ സംഖ്യയാണ്. ഓക്കെ, 2 ഇല്ലേ? അപ്പൊ ഈവൻ ആണ്. ബാക്കിയുള്ളത് എന്താണ്? ഓഡാണ്. അപ്പം
ഈവൻ പ്ലസ് ഓഡ് പ്ലസ് ഈവൻ മൈനസ് ഈവൻ പ്ലസ് ഓഡ്. നോക്കാല, ഒരു ഈവൻ സംഖ്യയിൽ ഒരു ഓഡ് സംഖ്യ പ്ലസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഇനി ഒരു ഓഡ് സംഖ്യയിൽ ഒരു ഈവൻ സംഖ്യ പ്ലസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഒരു ഓഡ് സംഖ്യയിൽ നിന്ന് ഈവൻ സംഖ്യ മൈനസ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഓഡ് പ്ലസ് ഓഡ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? ഈവൻ സംഖ്യയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡെഫിനറ്റ്ലി ഓഡ് എന്നാണ് പറയുന്നത്. അല്ല, നമുക്ക് അതിൽ ഈവൻ സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ എന്തായിട്ടുള്ളൂ? ഇവിടെ ക്ലിയർ ആയിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, ഇനി കൺസിഡർ ദ ഫോളോയിങ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൈം നമ്പർ പി ആൻഡ് കോമ്പോസിറ്റ് നമ്പർ സി. ഓക്കെ, എന്താണ് അപ്പൊ ആദ്യം പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്ന് അറിയണം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് ഫാക്ടർ ആയിട്ട് 1 മാത്രമേ കാണുള്ളൂ. അതായത് ഇപ്പൊ 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്, 7 ഒരു പ്രൈം നമ്പർ ആണ്, 11, 13 ഇതൊക്കെ എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഇവർക്ക് 1 ആണ് ഫാക്ടർ ആയിട്ടുള്ളത്, പിന്നെ ആ നമ്പരും. ഓക്കെ, അതേസമയം കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ 4, 6, 9, 8, 12. അതായത് എന്താണ്? അവർക്ക് 2 അല്ലെങ്കിൽ 1 കൂടുതൽ എന്തായിരിക്കും? 1 മാത്രമല്ല, മറ്റ് ഫാക്ടേഴ്സും അവർക്ക് ഉണ്ടായിരിക്കും. 1 കൂടുതൽ എന്തായാലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 കൂടുതൽ ഫാക്ടേഴ്സ് അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് പ്രൈമും കോമ്പോസിറ്റും വന്ന രീതിയിൽ നമുക്കിതൊരു എന്താണ്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത് പിക്ക് 17ഉം സിക്ക് 15ഉം ആണ്. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം, ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രൈം നമ്പർ പി പ്ലസ് സി. അപ്പം 17 പ്ലസ് 15 ബൈ 17 മൈനസ് 15. 17 പ്ലസ് 15 എത്ര വരും? 32 അല്ലേ? 32 by 2 എന്താണ്? 16 ആണ്. നമുക്ക് ഈവൻ സംഖ്യയാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താ? ക്യാൻ ബി ഈവൻ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയെന്ന് കിട്ടി. ഇനി 2p മീൻസ് 2 ഇൻറ്റു പി നമ്മൾ എടുത്തത് 17 ആണ്, പ്ലസ് കോമ്പോസിറ്റ് നമ്പർ സി എടുത്തത് നമ്മൾ 15 ആണ്. ഓക്കെ, 15 ആണ്. അപ്പോൾ 34 പ്ലസ് 15 എത്ര വരും? 49. ഇതൊരു ഓഡ് നമ്പർ ആണ് അല്ലെ? നമുക്ക് എന്താണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്? 2p പ്ലസ് സി എന്ന് പറയുന്നത് ഓഡാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും നമുക്ക് ശരിയായി. ഇനി 17 ഇൻറ്റു 15 അല്ലെ? 17 ഇൻറ്റു പി സി ആണ് ചോദിച്ചേക്കുന്നത്. 17 ഇൻറ്റു 15 ഓഡ് എന്നാണ് പറയുന്നത്. അഫ്കോഴ്സ് ഓഡല്ലേ? 1 ഡിജിറ്റ് നോക്കിയേ. 7 ഇൻറ്റു 5 35 ആണ്. അപ്പം 5 കൊണ്ട് 3 റിമൈനിങ് ആയിട്ട് നിൽക്കും അല്ലെ? ക്യാരിയിങ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്തായാലും അത് ഓടാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നമുക്ക് എന്താണ്? ശരിയായിട്ട് കിട്ടി. ഓക്കെ, നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്തത്. അതാണ് ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? ഡി ആണ്. 1, 2, 3 എന്താണ്? സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി എ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. gives 3, 7, D, where A, B, C, D are different non-zero digit. What is the value of A plus B plus C? Okay, ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ 3 ഡിജിറ്റ് നമ്പർ ആണ്. അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3, 7, D എന്നുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എത്രയെന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്കിവിടെ ഇതൊരു 3 ഡിജിറ്റ് നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 4 ഡിജിറ്റ് നമ്പർ കിട്ടി. അപ്പൊ മിക്കവാറും ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 9 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ 9 ഞാൻ 9 വെച്ച് തുടങ്ങിയത്, കാരണം ഫസ്റ്റ് 9ലാണ് തുടങ്ങുന്നത്. ഇനി എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് 3 എടുക്കുവോ 6 എടുക്കുവോ എന്നാണ്. കാരണം റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വരുന്നത്, അതായത് ഡി കൊണ്ട് സി എ ഇൻറ്റു ചെയ്യുമ്പോൾ ഡി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പൊ 5 ആണ് ഇവിടെ ഇവിടെ 3യും ഇവിടെ 5ഉം ആണ് കൊടുത്തതെന്ന് വെച്ചോ. അപ്പൊ 3 ഇൻറ്റു 5 15 ആണ്. കറക്റ്റ് ഡി ഇവിടെ വന്നു, 1 ക്യാരിയിങ് ആയി. അടുത്ത് ഇവിടെ 6 കൊടുത്താൽ 6 ഇൻറ്റു 5 31 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 5 തന്നെ വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ്, ഇവിടെ 3 അല്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, മാറ്റി ഒന്ന് കൊടുത്തു നോക്കി.
അതായത് 3യും 6ഉം. എന്നിട്ട് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഞാനൊന്ന് ഓർത്ത് നോക്കിയപ്പോൾ എനിക്ക് 6 into 4 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 2 ക്യാരിയിങ് ആണ്. നെക്സ്റ്റ് 3 into 4 12 ആണ്. 12 പ്ലസ് ക്യാരിയിങ് ആയിട്ടുള്ള 2 14 ആണ്. കറക്റ്റ് ഇവിടെ വന്നു. 9 into 4 എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ, 9 into 4 36. 1 ക്യാരിയിങ് ആണ്, അതും കൂടി ആയപ്പോൾ 37 ആണ്. അപ്പൊ എന്റെ ഇക്വേഷൻ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇത് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ആണ്. നമ്മൾ വാല്യൂ ഇട്ട് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് എന്താണെന്ന് ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ എന്താണ് ഇപ്പൊ നമ്മുടെ വാല്യൂസ് എല്ലാം ആയില്ലേ? 9 3 6. അതായത് സം എത്ര വരും? 9 plus 3 12 plus 6 18 വരും. നമ്മുടെ A plus B plus C എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X, Y, Z അല്ലെ? ഫോർ എനി ചോയ്സ് ഓഫ് വാല്യൂ X, Y, Z, the 6-digit number of the form XYZ is divisible by. ഓക്കെ, ഓർത്ത് വയ്ക്കുക 7 11 13. ഓക്കെ, ഈ നമ്പേഴ്സിന്റെ എന്താണ് LCM എന്ന് പറയുന്നത് 1001 ആണ്. ഓക്കെ, 1001 ആണ്. അതുപോലെ തന്നെ ഇവരുടെ സംഖ്യകൾ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ABC ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ഇവരുടെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഇവരുടെ LCM വെച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ABC ഫോർമാറ്റിലായിരിക്കും. ഇനി ഈ ഒരു വാല്യൂലുള്ള നമ്പർ കണ്ടാൽ അത് ഏതിന്റെ LCM ആണെന്ന് ചോദിച്ചാലും 7 11 13 ആണ്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ XYZ എന്ന് പറയുന്നത് 7 11 13 നമ്പേഴ്സ് കൊണ്ട് എന്താണ് വരുന്ന ഒരു ഫോം ആണ് എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഓക്കെ, ഇതെന്താണ്? 85 into 87 into 89 into 91 95 96 is divided by 100 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കിതെങ്ങനെ ചെയ്യാം? നമുക്ക് റിമൈൻഡർ എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇതേ ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 100 എന്ന് കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ എത്ര വരും? -15 അല്ലെ? 100-നേം കാട്ടി എത്ര കുറവാ? -15. ഇവിടെ 100-നേം കാട്ടി 13 കുറവാണ്. ഇവിടെ 100-നേം കാട്ടി 11 കുറവാണ്. ഇവിടെ 100-നേം കാട്ടി 9 കുറവാണ്. then 5 കുറവാണ്. then 4 കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കുറവുള്ള സാധനങ്ങൾ തമ്മിൽ ഇൻഡ്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇൻഡ്യൂ ചെയ്ത് തരുമ്പോൾ ഇത് 195 അല്ലെ? then മറ്റത് 99. then ഇത് എത്ര വരും? 20 വരും അല്ലെ? ഡിവൈഡഡ് ബൈ 100. then ഞാൻ വീണ്ടും ശ്രമിക്കുകയാണ്. ഇതിപ്പോ 95 100-നേം കാട്ടി എത്ര കൂടുതലാണ്? 95 കൂടുതലാണ്. ഇത് -1 കൂടുതലാണ്. then ഇത് 20 by 100. ഇനി നോക്കിക്കൂടെ, ഇത് എത്ര കുറവാ? ഇത് -5 കുറവാണ്. -1 ഉണ്ട്. then into 20 ആണ്. അതായത് 20 into 5 by 100. ഇത് 100 തന്നെയല്ലേ? 20 into 5. അപ്പൊ എത്ര വരും? റിമൈൻഡർ 0 എന്ന രീതി വരും. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത്? നമുക്കിപ്പോ 100-ന്റെ തൊട്ടടുത്തായിട്ടുള്ള നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത് ഇത്രയും ഇൻഡ്യൂ ചെയ്ത് നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? 100-ൽ നിന്ന് ഈ സംഖ്യകൾ എത്ര കുറവാണെന്ന് നോക്കുക. ആ കുറവുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? ഇൻഡ്യൂ ചെയ്യുക. വീണ്ടും കുറവുള്ളത് മൈനസിൽ എഴുതുക. then ക്യാൻസൽ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 5 7 2 4 2 റൈസ് ടു 9 into 7 into 5 into 3 into 1. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ വരാം? 0 വരാം അല്ലെ? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം അല്ലെ? അപ്പോ നമ്മുടെ ആദ്യത്തെ സംഖ്യകൾ 0 1. ഓക്കെ, then 5 6. ഓക്കെ, 0-യും 1-ഉം 5-ഉം 6. ഓക്കെ, ഇതിന്റെ ഏത് പവർ വന്നാലും ഇതിന്റെ യൂണിറ്റ്
ഡിജിറ്റ് ഇവർ തന്നെ ആയിരിക്കും അല്ലെ. 0 വരെ ഏത് പറയാം, 0 സ്ക്വയർ, ക്യൂബ്, 4th പവർ, 5th പവർ എല്ലാം വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ദെൻ 1ന്റെ ഏത് പവർ വന്നാലും 1ന്റെ സ്ക്വയർ, ക്യൂബ്, 4th പവർ, 5th പവർ വന്നാലും 1 ആയിരിക്കും. 5നും അതുപോലെയാണ്. 5 സ്ക്വയർ 25, 5ന്റെ ക്യൂബ് 125. അപ്പൊ അങ്ങനെ വന്നാലും 5 തന്നെ ആയിരിക്കും. 6ന്റെ ഏത് പവർ വന്നാലും 6 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 ആൾക്കാരെ സോർട്ട് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാക്കി ആരാ ഉള്ളത്? നമുക്കിനി ഒരു 2 ഉണ്ട് അല്ലെ. 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. 2, 3, 7, 8 ഇവരുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ പവർ 4ൽ കൂടുതൽ വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു 5, 8, 12, 15, 17 അങ്ങനെ പവർ വരികയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര വരുന്നോ അതിനെ പവറിലാക്കി ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യന് 7ന്റെ പവർ 22 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 7ന്റെ പവർ 22 ആണ്. അപ്പോ 7ന്റെ 1st ഡിജിറ്റ്, ഈ 7^22ന്റെ 1st ഡിജിറ്റ് നിങ്ങൾക്ക് കാണണം എങ്കിൽ ഈ 22നെ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 5 × 20. അപ്പൊ എത്ര? 2 റിമൈൻഡർ വരും. അപ്പൊ 7ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എത്ര വരും? 9. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഏതൊരു സംഖ്യ 2, 3, 7, 8 ഏതൊരു സംഖ്യയും നിങ്ങൾ 4നെയും കാട്ടി കൂടുതൽ പവർ ആണ് കിട്ടുന്നത് എങ്കിൽ ഇങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുത്ത് അതിന്റെ പവർ ചെയ്താൽ മതി. ഇനി ബാലൻസ് ഇപ്പം 2ഉം 3ഉം 7ഉം 8 ആയി. ഇനി 4ന്റെയും 9ന്റെയും കാര്യമാണ്. 4ഉം 9ഉം എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ 4ന്റെ ഈവൻ പവർ, അതായത് 4 സ്ക്വയർ. ഓക്കെ, 4^4. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുകയാണെങ്കിൽ 6 ആയിരിക്കും വരിക. ഓക്കെ, 4ന്റെ ഈവൻ പവർ, 4 സ്ക്വയർ എത്ര? 16. അവിടെ 6 വന്നില്ല. അപ്പൊ 4ന്റെ ഈവൻ പവറിന് 6 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. അതുപോലെ 4ന്റെ ഓഡ് പവറിന് എന്തായിരിക്കും? 4 ആയിരിക്കും വരിക. അപ്പം അതായത് 4ന്റെ ക്യൂബ് 64. 4 തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരിക. അതുപോലെ 9ന്റെ ഈവൻ പവർ ഇപ്പൊ 9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. അതായത് 9ന്റെ ഈവൻ പവറിൽ നമുക്ക് 1 ആയിരിക്കും എന്തെന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാം. ഓക്കെ, അതേസമയം 9ന്റെ ഓഡ് പവർ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതായത് 9ന്റെ ക്യൂബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ 729. 9 അല്ലേ യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ കണക്കുകൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, കണക്കില് എന്താണ് പറഞ്ഞേക്കുന്നത്? 2ന്റെ പവർ ആണല്ലേ. നമുക്ക് ഇത്രയും വലിയൊരു സംഖ്യയുണ്ട്. ആ സംഖ്യയിൽ 2ന്റെ പവർ ആണ് 9 × 7 × 5 × 3 × 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. അപ്പം 2 പറയാനകത്ത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. 2ഉം 3ഉം ഒക്കെ പറയാനകത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇതിൻ്റെ 4നെയും കാട്ടി കൂടുതലാണ് പറഞ്ഞെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതും അല്ലെ. അപ്പോൾ ഇതില് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 9ല് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 1 വരും അല്ലെ. 2 × 4 8 ആണ്. 1 വരും. ഇവിടെ 3 വരും. ദെൻ ഇവിടെ 1 വരും. ദെൻ 3 വരും × 1. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടെ എഴുതരാം. ഓക്കെ, ആദ്യത്തേൽ 1 വരും. ദെൻ 3 വരും. ദെൻ 1 വരും. ദെൻ 3 വരും. ദെൻ 1 വരും. അപ്പൊ ബാലൻസ് ചെയ്ത് ഒന്നും കൂടെ അറേഞ്ച് ചെയ്താൽ 2^9 ആണല്ലേ. വീണ്ടും 4നെയും കാട്ടി കൂടി പവർ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 റിമൈൻഡർ വരും. അപ്പൊ 2^1 എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. 2192 is divided by 6. 2192 is divided by 6 അല്ലെ. അതായത് 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് അത് 2 കൊണ്ടും 3 കൊണ്ടും പോണം എന്നുള്ളതാണ്. ഓക്കെ, 2 കൊണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂ എന്തായാലും 2 കൊണ്ട് പോവും അല്ലെ, ഈവൻ ആണ്. ഇനി 3 കൊണ്ട് പോവോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ഡിജിറ്റ് എടുക്കണം. അതായത് 2 + 1 + 9 + 2 എത്ര വരും? ഇത് 10, 12, 14.
3യുടെ ഡിവിസിബിലിറ്റി ആണ്. അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ സം, അതല്ലേ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 3യോ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 3 × 4 12 ആണ് അല്ലെ. അതിനേക്കാളും എത്ര കൂടുതലാണ് ഈ വാല്യൂ? 2 കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഒരു 2 കൂടുതലായി നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും എന്തായിട്ട് വരും? റിമൈൻഡർ ആയിട്ട് നമുക്ക് വരും. അതാണ് 2 എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഉള്ളതെന്ന് വെച്ചാൽ 2 1 9 2നെ നിങ്ങൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിനെക്കാട്ടി നല്ല ജസ്റ്റ് ആ വാല്യൂ കൂട്ടിയിട്ട് എത്ര കൂടുതലാണ് എന്ന് നോക്കിയാൽ പോരെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സംശയമില്ലല്ലോ. എന്താണ് 6ന്റെ ഡിവിസിബിലിറ്റി? 3 കൊണ്ടും 2 കൊണ്ടും പോകണം. അതായത് ഇതിന്റെ ഈ ലാസ്റ്റ് വൺസ് പ്ലേസ് എന്തായാലും ഈവൻ നമ്പർ ആയിരിക്കും. അതാണ് 2 കൊണ്ട് പോവുക എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? 3ന്റെ എന്താണ് ഡിജിറ്റൽ സമ്മും കൂടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AB അല്ലെ, അതിനെ CD കൊണ്ട് ഇൻഡു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ കിട്ടി, DEF. ഓക്കെ, ദെൻ ഈ DEFനെ നമ്മൾ എന്താണ് GHI കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? നമുക്ക് എന്ത് വാല്യൂ കിട്ടി? 975 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. എങ്കിൽ നമുക്ക് A+B+C എന്നുള്ളത് എത്രയാണ്? ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ABCDEFGHI ഇതൊക്കെ ഡിസ്റ്റന്റ് ഡിജിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഡിസ്റ്റന്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഇവരൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? നമുക്ക് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഡിജിറ്റ് വെച്ച് പോവാലോ. പിന്നെ അവർ ക്വസ്റ്റ്യനിൽ എന്താ, നമുക്ക് 2 വാല്യൂസും കൂടെ തന്നിട്ടുണ്ട് നമുക്കൊന്ന് സഹായിക്കാൻ വേണ്ടി. എന്താണ്? E എന്ന് പറയുന്നത് 0യും F എന്ന് പറയുന്നത് 8ഉം. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എഴുതിയാലോ. ഓക്കെ, E എന്ന് പറയുന്നത് എത്രയാണ്? E 0യും F 8ഉം ആണ്. അപ്പം 0യും 8ഉം പോയി. ഓക്കെ, അപ്പൊ 8ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ ആ 5 കിട്ടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കെ. 8ന്റെ കൂടെ ഏത് നമ്പർ? 9 ആഡ് ചെയ്താൽ പറ്റില്ല, നമുക്ക് 17 ഒക്കെ വരും അല്ലെ. അപ്പം കുറച്ച് താഴെ 8 വന്നു. 7 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം നമുക്ക്, 7. ഓക്കെ, അപ്പൊ 8ഉം 7ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 വന്നു അല്ലെ. അപ്പൊ 1 ക്യാരിയിങ് ആണ് അല്ലെ, 1 ക്യാരിയിങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആരെ വെട്ടാം? 7നെ വെട്ടാം അല്ലെ, 7നെ വെട്ടാം. നെക്സ്റ്റ് എന്താണ്? 1 വന്നു. അപ്പം 7 വരണമെങ്കിൽ H എത്ര ആയിരിക്കണം? 7 വരണമെങ്കിൽ H 6 ആയിരിക്കണ്ടേ. അപ്പൊ നമുക്ക് 6 കളയാം. ഓക്കെ, 6 കളയാം. അപ്പൊ നമുക്ക് 6 കിട്ടി. ഇനി എന്ന് പറയുന്നത് ഡിക്കും ജിക്കും നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? 9 ആണ്. അപ്പൊ 9 എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വരുന്ന ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 5ഉം 4ഉം ആണ്. ബാക്കി 6ഉം 3ഉം വരാൻ പറ്റില്ല, കാരണം 6 ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോ 5ഉം 4ഉം ആണ്. ഓക്കെ, 5ഉം 4ഉം ഇനി ഇങ്ങനെ കൊടുക്കും. 4ഉം 5ഉം കൊടുക്കണോ, 5ഉം 4ഉം കൊടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം ഡിക്ക് 5 കൊടുത്താൽ ഞാൻ ഇവിടുത്തെ ഡിക്കും എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. പക്ഷേ ഡി കൊണ്ട് ബി എ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്തേ വരുന്നത്? 8 ആണ് വരുന്നത്. ഓക്കെ, ബി എ 5 കൊണ്ട്. ഇപ്പൊ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം നമുക്ക്. എന്താണ്? ഒന്നി 5 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 0 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 8 വന്ന സ്ഥിതിക്ക് എന്താണ്? അതെന്തായാലും ഡിയുടെ വാല്യൂ 5 അല്ല എന്നാണ് ക്വസ്റ്റ്യൻ ഇട്ട ആള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? 4 കൊടുക്കാം. അപ്പൊ 4ഉം 5ഉം നമുക്കിത് 4ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പൊ ഇവിടെ 4 കൊടുക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ABCയുടെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പൊ എന്തായിട്ട് കണ്ടുപിടിക്കാം? നമുക്ക് 1 2 3 ഇതിന്റെ സം കണ്ടുപിടിച്ചാൽ പോരെ. ഇനി നിങ്ങൾ നോക്കുമ്പോൾ എന്താ ഇവിടുത്തെ 9 നമ്മൾ തൊട്ടിട്ടില്ല അല്ലെ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കിട്ടേണ്ടത് 3 ഡിജിറ്റ് വാല്യൂ ആണ്. അപ്പോ
നമ്മളിവിടെ 9 കൺസിഡർ ചെയ്തു, 9 ഇവിടെയോ ഈ എയുടെ സ്ഥാനത്തോ സിയുടെ സ്ഥാനത്തോ 9 വരെയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 4 ഡിജിറ്റ് നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 9 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് എന്ന എ ബി സി യുടെ സം എത്രയായിരിക്കും? 6. ഓക്കെ, ജസ്റ്റ് ചിന്തിച്ച് ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? When 70% of a number x is added to another number y, the sum becomes 165% of the value y. When 60% of number x is added to another number z, then the sum becomes 165% of the value z. Which of the following is correct? അപ്പോൾ ഇപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷനിൽ എക്സും വൈയും ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, എക്സും ഇസഡും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, രണ്ട് കണ്ടീഷനായിട്ട് എടുത്ത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആ റേഷ്യോ ഒന്ന് ടാലി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇത് നോക്കുക. അപ്പൊ എക്സിന്റെ 70% ഈസ് ആഡഡ് ടു വൈ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, വൈയുടെ സം എന്ന് പറയുന്നത് the sum becomes 165% of y. Okay, 70x by 100 is equal to എന്തെന്ന് പറയാം, 165/100 y. ഇപ്പുറത്തെ y, ഈ പ്ലസ് y ഇവിടെ പോയി മൈനസ് y ആയി. ഓക്കെ, അപ്പോ മൈനസ് y ആയി. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? 70x ഓക്കെ ബൈ 100 ഈക്വൽ ടു ഇവിടുത്തെ y എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക 100y അല്ലെ. 165y by 100 എന്ന് പറയുന്നത് 100 മുകളിലേക്ക് കൊണ്ടുപോവുക. 100 മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ 100y ആവും അല്ലെ, ഹോൾ ഡിവൈഡഡ് ബൈ 100. അപ്പം 165 നിന്ന് 100y കുറച്ചാൽ 165y നിന്ന് 100y കുറച്ച് എത്ര വരും? 65y by 100 എന്ന് വരും. ഓക്കെ ഓക്കെ, 100ഉം 100ഉം ക്യാൻസൽ ചെയ്ത് പോവാം. ദെൻ എന്ന് പറയുന്നത് ഇവിടെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 13ഉം ഇവിടെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 14ഉം കിട്ടും. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 13/14 ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, എക്സ് ബൈ വൈ 14 ആണ്. ഇനി അടുത്ത ഇത് നോക്കാം, 13/14. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? 60% of x is added to another number y. അപ്പൊ എക്സിന്റെ 60% നമ്മൾ എന്ത് ചെയ്യാണ്, ഇസഡ് എന്ന് പറയുന്ന നമ്പറിൽ ആഡ് ചെയ്തപ്പോ ആ വാല്യൂ then the sum becomes 165% of y. ഈ സം എന്ന് പറയുന്നത് 165% of z ആയി എന്നുള്ളതാണ്. അപ്പൊ 60x/100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 165/100 z മൈനസ് z ആയിരിക്കും. നേരത്തെ ചെയ്തതുപോലെ എന്താ ചെയ്യുക, ഇത് മുകളിൽ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 60x/100 ഈക്വൽ ടു 165z മൈനസ് 100z by 100. 100ഉം 100ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയുക. 60x ഈസ് ഈക്വൽ ടു എന്താണ്, 65z. അപ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 12, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 13. എക്സ് ബൈ ഇസഡ് എന്ന് പറയുന്നത് 13/12 ആണ്. എക്സ് ബൈ ഇസഡ് എന്താ, 13/12 ആണ്. ഓക്കെ, എക്സ് ബൈ ഇസഡ് 13/12. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ ടാലി ചെയ്യുക എന്നുള്ളതാണ്. 13/12 എക്സ് ബൈ ഇസഡ് 13/12ഉം എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 13/14 ആണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇപ്പം എക്സ് രണ്ട് സൈഡിലും കോമൺ ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ ആക്കി അങ്ങ് എഴുതിയാൽ മതി. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. എക്സ് 13 ആകുമ്പോൾ വൈ 12 ആണ്. എക്സ് 13 ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ ഇത് എന്താ, ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സ് greater than 12. 12 means y. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി the integers are listed from 700 to 1000. In how many integers is the sum of digit is 100? അതായത് 700, 800 then 900 അല്ലെ.
900. അപ്പൊ ഈ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് എന്താണ് 100 സം ഓഫ് ഡിജിറ്റ് ആയിട്ട് വരണം. ഇപ്പൊ 700ന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 7 ഉണ്ട്, ബാക്കി ഇനി 3-നെയാണ് നമുക്ക് ഇവരിൽ കൂടെ ചേർക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ ആയിരിക്കും ആ യൂണിറ്റ് ഡിജിറ്റ് സം എന്താണ് 10 വരുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് അല്ല, നമ്മൾ ആ ഹോൾഡ് ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 10 വരുന്നത്. അപ്പം 703 വരാം, സം ഓഫ് ഡിജിറ്റ് 10 ആയി. 730. ഇനി 712 വരാം, 721 വരാം. ഇനി 800ന്റെ കേസിലാണെങ്കിൽ ഏതൊക്കെ വരണം? 2 വരണം അല്ലെ, 2 ആഡ് ചെയ്ത് വരണം. അപ്പം നമുക്ക് 802 വരാം, 820 വരാം, ഇനി 811 വരാം. ഓക്കെ, നമുക്ക് 3 നമ്പേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇവിടെയോ 900ന്റെ കാര്യത്തിൽ 1 ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വരാം? 901 വരാം, 910 വരാം. അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് 700നും 1000നും ഇടയിൽ എന്തായിട്ട് വരുന്നത്? സം ഓഫ് ഡിജിറ്റ് 10 ആയിട്ട് വരുന്നത്. എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 വാല്യൂസ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? 10 സം ഓഫ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഇഫ് 32019 ഈസ് ഡിവൈഡഡ് ബൈ 10 then what is the remainder? വളരെ എളുപ്പമാണ്. എന്താണ് 10ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്? യൂണിറ്റ് ഡിജിറ്റിൽ 0 ഉണ്ടായിരിക്കണം, യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, വേറെ ഒരു വാല്യൂ ആയാലും പോകില്ല. അപ്പൊ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത്? 9 ആണ്, അത് എന്തായാലും പോകില്ല. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, അപ്പൊ റിമൈൻഡർ 9. ഓക്കെ, മനസ്സിലായി. വളരെ എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എപ്പോഴും ആലോചിച്ചാൽ 10ന്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 0 തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? The difference between 2-digit number and the number obtained by interchanging the position of the digit is 54. Consider the following statement. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കിപ്പോ ഒരു 2-digit നമ്പർ ഉണ്ട്. ഞാൻ ആ 2-digit നമ്പറിനെ എക്സ് എന്നും വൈ എന്നും എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ റിവൈസ് ചെയ്തിട്ട് ഇതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ ആ ഡിജിറ്റ് എന്ന് പറയുന്നത് 54 വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 10 ഒന്ന് 1's ഡിജിറ്റും മറ്റൊന്ന് 10's ഡിജിറ്റും ആണ്. അതായത് ഇത് എക്സാക്ട് ആയിട്ട് എങ്ങനെയാ വരിക? 10x പ്ലസ് വൈ അല്ലെ, 10x പ്ലസ് വൈ, ദെൻ 10y പ്ലസ് എക്സ്. ഇതാണ് 2 ഡിജിറ്റ്. ഇനി ഇവരുടെ ഡിഫറൻസ് എടുത്തു നോക്കാം. ഈ രണ്ടിനെയും ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പൊ എന്ത് പറയും? 9x 10x മൈനസ് എക്സ് ചെയ്യുമ്പോൾ 9x മൈനസ് 9y ഈസ് ഈക്വൽ ടു 54. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താ? 54 ആണ്. ഇനി 9 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്താ വരിക? 54 എന്ന് വരും. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? ഇതുവരെ നമുക്ക് ഈ കണക്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്താ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? എന്താ? ദ സം ഓഫ് ദി 2 ഡിജിറ്റ് ഓഫ് ദ നമ്പർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഓൺലി ഇഫ് the product of 2 digit is known. അല്ല, അതായത് ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 2 ഡിജിറ്റ് ഓഫ് ദ നമ്പർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഈ നമ്പറിന്റെ സം അറിയണമെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റും തന്നിട്ടില്ല അല്ലെ. അതുമല്ല, പ്രോഡക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓൺലി സം അറിയാൻ വേണ്ടി പ്രോഡക്റ്റ് വേണമെന്നില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ്. കാരണം ഇവിടെ നമ്മളിപ്പോ ഡിഫറൻസ് എടുത്ത സമയത്ത് നമുക്കിത് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? 11 into x plus y എന്നുള്ളൊരു ഫോർമാറ്റ്, അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂം കാണുമായിരിക്കാം. അപ്പം ഇങ്ങനെയൊന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഡിജിറ്റ് ഓഫ് ദ നമ്പർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. യെസ്, നമുക്ക് പറ്റും. നമ്മൾ അതാണ് 2 നമ്പറിന്റെയും ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഡിജിറ്റ്, 2 ഡിജിറ്റ്സിന്റെയും ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. 6 എന്ന് അതാണ് കിട്ടിയത്. അപ്പം സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ശരിയാണ്. ഓപ്ഷൻ വരുമ്പോൾ ബി വരും. ഓക്കെ, ബി ഓൺലി, ബി മാത്രമാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ വരിക. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ 37981
25p 369 is divisible by 7. What is the value of digit p? ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്താണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം ഇതിനെ 3 പെയർസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പെയർ, ദെൻ ഇത് ഒരു പെയർ, ദെൻ ഇതൊരു പെയർ, ദെൻ 3 7. അപ്പോൾ 3 7ന് ഒരു മൂന്ന് പെയർ വീതമാണ് ആക്കുന്നത്, മൂന്നെണ്ണം. അപ്പൊ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 0 3 7 9 8 1 2 5p 3 6 9. അപ്പോൾ ഇതിലെ ഓൾട്ടർനേറ്റ് പെയേഴ്സിന്റെ സം എടുക്കുക, ദെൻ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 9 8 1 പ്ലസ് 3 6 9, ഓക്കെ, പ്ലസ് 3 6 9 മൈനസ് 2 5p പ്ലസ് 3 7. ഓക്കെ, അപ്പൊ 9 8 1ഉം 3 6 9ഉം കൂടെ ആവുമ്പോൾ എത്ര വരും? 10 9 15 10 30. അപ്പോൾ 1 3 5 0. ഓക്കെ, മൈനസ് 2 5pയും മൈനസ് 3 7ഉം. ഓക്കെ, മൈനസ് 3. അപ്പൊ 1 3 5 0 ഇന്ന് 37 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 1 3 1 3. ഓക്കെ, മൈനസ് 2 5p. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓപ്ഷൻ നമ്പർ 1 ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഓപ്ഷൻ നമ്പർ 2 ചെക്ക് ചെയ്യുമ്പോൾ പി, അതായത് ബി ഓപ്ഷൻ 6 കൊടുക്കുന്ന, പിക്ക് 6 കൊടുക്കുന്ന ഒരു ഇതാണ്. നോക്കുകയെ 1 3 1 3ല് 2 5 6. ഓക്കെ, മൈനസ് ചെയ്ത് നോക്കിയേ എത്ര വരും? ഇത് 7 0 5 then 2 0 1. അപ്പോൾ 1 0 5 7 എന്നുള്ളത് 7 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. എത്ര വട്ടം ഡിവിസിബിൾ ആണ്? 1 5 1 അല്ലെ? 1 5 1 ടൈംസ് ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇത് ലാസ്റ്റ് വരെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താണ് ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യനോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അതിൻ്റെ പാവയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ഈ ക്ലാസ് തന്നെ ഒരു 2x പീരിയഡ് കാണുക, തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.